ശരിദൂരം പിടിക്കാൻ. NSS CPM പോര് വടക്കാക്കി തനിക്കാക്കാൻ കോൺഗ്രസ്. സുകുമാരൻ നായർക്ക് മാന്യൻ സർട്ടിഫിക്കറ്റ് നൽകി KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ രാഷ്ട്രീയ കരുനീക്കത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മാടമ്പി സംസ്കാരം CPMനാണെന്നും ചരിത്രം അറിയാത്തവരാണ് BJPയുമായി NSS കൂട്ടുകൂടുമെന്ന് കുറ്റപ്പെടുത്തുന്നതെന്നും കോടിയേരിക്ക് മറുപടിയായി മുല്ലപ്പള്ളി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ സുകുമാരൻ നായർ വാക്പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. NSSനെ പുകഴ്ത്തുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കളുടേത്. NSSനെ മാടമ്പി എന്ന് വിളിച്ച കോടിയേരിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി ഇങ്ങനെ: മാടമ്പി സ്വഭാവമുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മനസ്സിലാക്കേണ്ടത് ആ മാടമ്പി സംസ്കാരത്തിന്റെ പ്രതിനിധികൾ CPMന്റെ നേതാക്കന്മാർ തന്നെയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രസ്താവനകളാണ് CPM നേതൃത്വം നടത്തുന്നത്. ഇതിന് കോൺഗ്രസ് ഉയർത്തുന്ന പ്രതിരോധം ഇങ്ങനെ: NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അടിമുടി മാന്യൻ, എന്നാൽ സുദൃഢമായ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലുമുള്ള ഒരു നേതാവ്. ശബരിമല സമരത്തിന് പിന്നാലെ BJPയുമായി NSS അടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് NSSന്റെ പിന്തുണ തേടിയുള്ള കോൺഗ്രസിന്റെ ഈ പ്രതിരോധം. ഞങ്ങളെ NSS ഞങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എതിർത്ത ഒരു സാമുദായിക സംഘടനകളെയും ഞങ്ങൾ മോശമായി പറഞ്ഞിട്ടില്ല. 1957 ആദ്യ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് ചില കമ്മ്യൂണിസ്റ്റ് MLAമാർ അന്ന് വിജയിച്ചു വന്നതിൽ ശ്രീ മന്നത്ത് പത്മനാഭന്റെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോടിയേരി മനസ്സിലാക്കണം. CPM NSS തർക്കത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പുതിയൊരു രാഷ്ട്രീയ നീക്കമാണ്. NSS പിന്തുണ BJPക്കൊപ്പമാവാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഈ തന്ത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. NSSനെതിരെ വീണ്ടും നിലപാട് ഘടിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് രഹസ്യധാരണയുണ്ടാക്കാനാണ് NSS ശ്രമിക്കുന്നത്. ശബരിമല വിഷയത്തിൽ NSSന്റെ ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും കോടിയേരി ആരോപിച്ചു. അവിശുദ്ധ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് NSSനെതിരെ കോടിയേരി ആഞ്ഞടിച്ചത്. ശബരിമല വിഷയത്തിലെ NSS ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് പല മണ്ഡലങ്ങളിലും രഹസ്യധാരണയുണ്ടാക്കാനാണ് NSS ശ്രമം. വിശ്വാസ സംരക്ഷണ നിലപാട് പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി വിശ്വാസത്തെ മറയാക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് നൽകിയ സ്വീകരണത്തിലും NSSനെതിരെ കോടിയേരി കടുത്ത വിമർശനം നടത്തി. കോൺഗ്രസിന്റെ ഇത്തരം പ്രചരണങ്ങളൊന്നും UDFന്റെ ഇത്തരം പ്രചാരപരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. സമാധാനപൂർവമായ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും ജനങ്ങൾ അംഗീകരിക്കണം. അതിന്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ സഖാക്കൾ സമാധാനം സ്ഥാപിക്കാൻ ഇടപെടണം. ഭരണഘടനയും സുപ്രീം കോടതിയെയും അംഗീകരിക്കില്ല എന്ന സമീപനമാണ് NSS നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. കോടതി വിധി തിരുത്തിക്കാൻ NSS ജനക്കൂട്ടത്തെ തെരുവിലിറക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് 18 കോട്ടയം. സംഘർഷമൊഴിയാതെ കാസർഗോഡ്. ഇരട്ട കൊലപാതകവും സംഘർഷങ്ങളും ഉണ്ടായ പെരിയയിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സുരേഷ് ഗോപി സന്ദർശിച്ചു. പെരിയയിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ തുടരുന്നു. ഉദുമ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ പെരിയയിലുള്ള വീടിനു നേരെ അർദ്ധരാത്രി ആക്രമണം ഉണ്ടായി. വീടിനു തീയിടാൻ ശ്രമമുണ്ടായതായി പോലീസ് പറഞ്ഞു. കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സുരേഷ് ഗോപി MP സന്ദർശിച്ചു. IG ശ്രീജിത്തിൽ വിശ്വാസമുണ്ട്, എന്നാൽ അദ്ദേഹത്തെ നിയോഗിച്ചവരിൽ വിശ്വാസമില്ലെന്ന് സുരേഷ് ഗോപി. ശ്രീജിത്ത് കൃത്യമായി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആ വെച്ചിരിക്കുന്നവർ അദ്ദേഹത്തെ എങ്ങനെ, അതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വിശ്വാസക്കുറവല്ല, പ്യുവർ ഡിസ്ബിലീഫ്. ഇരട്ടക്കൊല നടന്ന കല്യോട്ട് പ്രദേശം ഇപ്പോൾ ശാന്തമാണ്. കല്യോട്ടുള്ള CPM പ്രവർത്തകരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ പരക്കെ അക്രമം നടന്നിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ CPM നേതാക്കൾക്കെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ ഏറ്റെടുക്കും. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. കൊലപാതകത്തിന് പിന്നിലെ CPM നേതൃത്വത്തിന്റെ പങ്ക് പുറത്തുവരേണ്ടതുണ്ട്. സംസ്ഥാന പോലീസ് അന്വേഷണം നീതിയുക്തമാകില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു.
കാസർഗോഡ് ഇരട്ടക്കൊലക്കേസിലെ മുഴുവൻ പ്രതികളും പിടിയില്ല എന്ന പോലീസ് അവകാശത്തിനിടെയാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ അന്വേഷണത്തെ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും കോൺഗ്രസും തള്ളുകയാണ്. CPM ജില്ലാതലത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതര ആരോപണവും ഇവർ ഉയർത്തുന്നു. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന കോൺഗ്രസ് നിലപാട്. ഉത്തരവുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അധികാരത്തിന്റെ മുമ്പിൽ പരോളും നൽകി അവരെ ഇങ്ങനെ പാർട്ടി ഏൽപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടത്താൻ ഏൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, CBI അന്വേഷണമല്ലാതെ കേരള പോലീസ് നടത്തുന്ന ഒരു അന്വേഷണം തൃപ്തികരമല്ല. അതിനുവേണ്ടി ഏതറ്റം വരെയും പാർട്ടി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CBI അന്വേഷണത്തിലേക്ക് പോയാൽ CPM കൂടുതൽ പ്രതിസന്ധിയിലാവും. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളും CBI അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് നിലവിലെ പ്രതിസന്ധി മറികടന്ന് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ CPM-നാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാസർഗോഡ് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, News 18. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന നൽകി ഭർത്താവ് റോബർട്ട് വദ്ര. തനിക്കെതിരായ ആരോപണങ്ങൾ അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുമെന്ന് വദ്ര പറഞ്ഞു. കോൺഗ്രസിലെ കുടുംബരാഷ്ട്രീയം പടർന്ന് പന്തലിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. കള്ളപ്പണക്കേസിൽ അന്വേഷണം നേരിടുന്നതിനിടെയാണ് രാഷ്ട്രീയ പ്രവേശനമോഹം റോബർട്ട് വദ്ര വീണ്ടും പരസ്യപ്പെടുത്തുന്നത്. തന്റെ പേരുപയോഗിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കും. പ്രളയകാലത്ത് കേരളത്തെ സഹായിക്കാനടക്കം നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് വദ്രയുടെ നീക്കം. പ്രിയങ്കയേക്കാൾ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് നേരത്തെ താൽപര്യം കാണിച്ചത് വദ്രയായിരുന്നു. പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായതോടെ പിന്മാറി. വദ്രയ്ക്കെതിരായ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുകയാണ് പ്രിയങ്കയും കോൺഗ്രസും. വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രിയങ്ക പോയത് ഇതിന്റെ കൃത്യമായ സൂചനയായിരുന്നു. കോൺഗ്രസിലെ കുടുംബരാഷ്ട്രീയത്തിന് തെളിവാണ് വദ്രയുടെ രാഷ്ട്രീയ പ്രവേശന മോഹമെന്ന് BJP വിമർശിച്ചു. News 18, ഡൽഹി. അധികാരത്തിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണത്തിലായിരുന്നു മോദിയുടെ പരാമർശം. പുൽവാമ ഭീകരാക്രമണത്തിന് സൈന്യം തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ആവർത്തിച്ചു. आतंक को समूल नष्ट करने के लिए हमें निरंतर प्रेरित करेगी, हमारे संकल्प को और मजबूत करेगी. ആക്രമണം നടന്ന് 100 മണിക്കൂർ പോലും തികയും മുൻപ് ആസൂത്രകർക്കും പിന്തുണച്ചവർക്കും എതിരെ സൈന്യം നടപടിയെടുത്തു. आपने देखा होगा कि हमले के 100 घंटे के भीतर ही किस प्रकार से कदम उठाए गए. सेना ने आतंकवादियों और उनके मददगारों के समूल नष्ट का संकल्प ले लिया है. ജവാന്മാരുടെ കുടുംബത്തെ അഭിവാദ്യം ചെയ്യുന്നതായും രാജ്യം അവർക്കൊപ്പമാണെന്നും മോദി പറഞ്ഞു. രാജ്യത്തിന് യുദ്ധസ്മാരകമില്ലെന്ന് വേദനയോടെയാണ് അറിഞ്ഞത്. ഡൽഹിയിൽ നിർമ്മിച്ച യുദ്ധസ്മാരകം നാളെ രാജ്യത്തിന് സമർപ്പിക്കും. अपनी प्रसन्नता व्यक्त की है. मुझे आश्चर्य भी होता था और पीड़ा भी कि भारत में कोई नेशनल वॉर मेमोरियल नहीं था. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മൻ കി ബാത്ത് റേഡിയോ പരിപാടി ഉണ്ടാവില്ല. മെയ് മാസത്തിലെ അവസാന ഞായറാഴ്ചയാകും ഇനി മൻ കി ബാത്ത്. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആത്മവിശ്വാസത്തോടെ തുടർന്നുള്ള വർഷങ്ങളിലും റേഡിയോയിലൂടെ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന വിശ്വാസം മോദി പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, News 18. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പൊതുവായ വിഷയങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിൽ അതാത് മണ്ഡലങ്ങളിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഘടകങ്ങളാണ്. ന്യൂസ് 18 ഇലക്ഷൻ മെഗാ ഷോയിൽ ഈ ആഴ്ച ചർച്ച ചെയ്തത് 9 ലോക്സഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളാണ്. ഇരട്ട കൊലപാതകം തൊട്ട് സ്ഥാനാർത്ഥിയുടെ മികവ് വരെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ കാരണങ്ങളായേക്കാമെന്ന് അവിടെങ്ങനെ ജയിക്കും എന്ന ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഓരോ മണ്ഡലവും അതാതിന്റെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉള്ളയിടങ്ങളാണ്. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കാസർഗോഡ് മണ്ഡലം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാണ്. എൻഡോസൾഫാനും സാമുദായിക സമവാക്യവും
നിലവിലെ എംപിയുടെ പ്രകടനവുമൊക്കെ വിഷയങ്ങളായി എടുത്ത് ഇരട്ടക്കൊല തന്നെ പ്രചാരണത്തിൽ മുഴച്ചു നിൽക്കും. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ആലപ്പുഴയും കൊല്ലവും മറുപക്ഷത്തേക്ക് ചായുന്നതെങ്ങനെ? രാഷ്ട്രീയമാണോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവാണോ ഘടകം? കുത്തക മണ്ഡലങ്ങളിൽ കരുത്തരെ നേരിടാൻ കൂടുതൽ ശക്തരെ ഇറക്കിയാൽ അവിടെ എങ്ങനെ ജയിക്കും? CPM-ന്റെ ആറ്റിങ്ങലിലും ലീഗിന്റെ പൊന്നാനിയിലും പൊടിപാറുമോ പോരാട്ടം? വയനാടിന്റെ ഗതി നിർണ്ണയിക്കുക മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ തന്നെയാകുമോ? മറ്റൊരു കാർഷിക മേഖലയായ ഇടുക്കി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി എത്തുമോ? സഭാ തർക്കത്തിലെ സർക്കാർ നിലപാട് കോട്ടയത്തും ചാലക്കുടിയിലും വോട്ട് നിർണ്ണയിക്കുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിനെ മത്സരിപ്പിക്കുന്ന കാര്യം കോൺഗ്രസിന്റെ സജീവ പരിഗണനയിൽ. തെരഞ്ഞെടുപ്പിനു ശേഷം തൂക്കുസഭയുണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേരും ഉയർത്തിക്കാട്ടാനാണ് നീക്കം. അവസരമൊത്താൻ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററായി വീണ്ടും മാറുമോ മൻമോഹൻ സിംഗ്? മുന്നണി രാഷ്ട്രീയത്തിലെ സമവായ പദവിയിലേക്കുള്ള ദീർഘദൃഷ്ടിയോടെ കോൺഗ്രസ് മൻമോഹൻ സിംഗിനു വേണ്ടിയും ഇടമൊരുക്കുന്നതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. About 60 to 65 people have lost their lives, maybe more. And what is more is, what has been done can weaken and erode our people's confidence in the currency system and in the banking system. മൻമോഹൻ സിംഗിന്റെ രാജ്യസഭാംഗത്വം ജൂണിൽ അവസാനിക്കാനിരിക്കെയാണ് ലോക്സഭാ ടിക്കറ്റ് നൽകുന്നത് പാർട്ടി പരിഗണിക്കുന്നത്. പഞ്ചാബിൽ നിന്ന് മൻമോഹൻ സിംഗ് മത്സരിക്കുന്നതിനോട് പാർട്ടി സംസ്ഥാന ഘടകത്തിന് അനുകൂല നിലപാട്. അമൃത്സർ അടക്കം വിജയക്കൊടി പാറിക്കാൻ എളുപ്പമുള്ള മണ്ഡലങ്ങളുടെ പേരുകളും ചർച്ചകളിൽ സജീവം. രാജ്യസഭാ കാലാവധി കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിനെ അസമിൽ നിന്ന് വീണ്ടും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന രാജ്യസഭാ ഒഴിവിലേക്ക് സമവായത്തിലൂടെ പരിഗണിക്കാൻ നടന്ന ആദ്യവട്ട ചർച്ചകൾക്ക് ശേഷമാണ് ലോക്സഭയിലേക്ക് തന്നെ ഭാഗ്യപരീക്ഷണം നടത്താമെന്ന അഭിപ്രായം. തിരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാതിരിക്കുകയും പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും ചെയ്താൽ മൻമോഹൻ കാർഡ് പുറത്തെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ മമതാ ബാനർജിയും മായാവതിയും തയ്യാറല്ല. പ്രതിപക്ഷത്തിന് മൻമോഹൻ സിംഗ് സ്വീകാര്യൻ എന്നതാണ് അനുകൂല ഘടകം. ന്യൂസ് 18, ഡൽഹി. പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിനിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചതെന്തിന്? കെട്ടിപ്പിടിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? പ്രധാനമന്ത്രി ഞെട്ടിയെന്നാണ് രാഹുലിന്റെ തന്നെ മറുപടി. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കത്തിക്കയറിയ രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ച ശേഷമായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പ്രസംഗം അവസാനിപ്പിച്ച ശേഷം പൊടുന്നനെ രാഹുൽ ഗാന്ധി ട്രഷറി ബെഞ്ചിനടുത്തേക്ക് നടന്നു. ഭരണ പ്രതിപക്ഷം ഒന്നാകെ അന്തിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയതോടെ ചില ഭരണപക്ഷക്കാർ പ്രതിരോധിക്കണോ എന്ന ആശങ്കയിലുമായി. എന്നാൽ പിന്നീട് നടന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായി, പ്രധാനമന്ത്രിയെപ്പോലും. പക്ഷേ എന്തിനായിരുന്നു ഈ നീക്കം? അന്നു മുതൽ പലതവണ ഉയർന്ന ചോദ്യം ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോളേജ് വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലും വീണ്ടും ഉയർന്നു. രാഹുലിന്റെ മറുപടി പ്രധാനമന്ത്രിക്ക് സ്നേഹം പകർന്നു നൽകുകയായിരുന്നു ഉദ്ദേശം. एक्चुअली उनकी बॉडी में मैंने फील किया कि ये क्या हुआ, ये कैसे हुआ, मुझे प्यार कैसे किसी ने दिखा दिया. പിന്നാലെ വന്നു അടുത്ത ചോദ്യം, എന്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം? रियलिटी की बात है कि नरेंद्र मोदी जी को उनकी फीलिंग है कि उनको जो शायद प्यार मिलना चाहिए था. ഹിംസ ഒന്നിനും പരിഹാരമല്ലെന്നും പുൽവാമ ആക്രമണം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി രാഹുൽ പറഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. 10,000-ലേറെ അർദ്ധസൈനികരെ അടിയന്തരമായി കശ്മീരിൽ എത്തിച്ചത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. യുദ്ധഭീതിയിലായ ജനങ്ങൾ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. സർക്കാർ ഡോക്ടർമാരെ അവധി റദ്ദാക്കി തിരിച്ചു വിളിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ 150 നേതാക്കളെ അറസ്റ്റ് ചെയ്തു. JKLF നേതാവ് യാസീൻ മാലിക്കിനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം 150 നേതാക്കളും അറസ്റ്റിലായി. പാതിരാ റെയ്ഡുകളിലൂടെ അറസ്റ്റ് നടത്തിയതിനെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വിമർശിച്ചു. 10,000-ലേറെ അർദ്ധസൈനികരെ അടിയന്തരമായി ആകാശമാർഗം കാശ്മീരിലെത്തിച്ചത് അഭ്യൂഹങ്ങൾക്ക് കാരണമായി. യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതിയിൽ
പലയിടത്തും ജനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. എന്നാൽ സൈനികരെത്തിയത് തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായാണെന്ന് കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് അറിയിച്ചു. മറ്റു സംസ്ഥാനക്കാർക്ക് കശ്മീരിൽ വസ്തുവകകൾ വാങ്ങാൻ കഴിയില്ല എന്ന ഭരണഘടനാ ചട്ടം എടുത്തുകളയണമെന്ന ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കശ്മീരികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തള്ളിപ്പറഞ്ഞിരുന്നു. മോദിയോട് നന്ദി രേഖപ്പെടുത്തുന്നതായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുല്ല പറഞ്ഞു. യുദ്ധം സർവനാശമുണ്ടാക്കുമെന്നും സമാധാനത്തിന് ഒരവസരം എല്ലാവരും നൽകണമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുല്ല പറഞ്ഞു. അതിനിടെ പാകിസ്ഥാനിലെ പാർലമെന്റ് അംഗമായ രമേശ് കുമാർ വാങ്കുവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ നേരത്തെയുള്ള ക്ഷണമനുസരിച്ച് കുംഭമേളയ്ക്ക് എത്തിയതായിരുന്നു രമേശ് കുമാർ. അതിനിടെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചു. ഒരു മദ്രസയുടെ നിയന്ത്രണം മാത്രമാണ് ഏറ്റെടുത്തതെന്നും ഇതിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമില്ലെന്നും പാകിസ്ഥാൻ മന്ത്രി ഫവാദ് ചൌധരി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മൂന്നാം ദിവസവും വിഷപ്പുകയിൽ ശ്വാസം മുട്ടി കൊച്ചി നഗരം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് കൂനയിൽ തീപിടിച്ചുണ്ടായ പുക നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ്. തൃപ്പൂണിത്തുറ, വൈറ്റില, ഇരുമ്പനം, തൈക്കുടം പ്രദേശങ്ങളിൽ ഇന്നും പുക രൂക്ഷമായിരുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കാൻ തീവ്രശ്രമം തുടരുകയാണ്. കൂടുതൽ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിച്ച് സമീപത്തെ പുഴയിലെ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അണച്ച സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും പുക ഉയരുന്നത് സ്ഥിതി ഗുരുതരമാക്കി. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബ്രഹ്മപുരത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ പുക നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇന്നലെ രാത്രി പുക രൂക്ഷമായതോടെ ഉറങ്ങാൻ കഴിയാതായ ഇരുമ്പനത്തെ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു. പുലർച്ചെയോടെ തഹസിൽദാർ സ്ഥലത്തെത്തിയാണ് സമരക്കാരെ അനുനയിപ്പിച്ചത്. വൈറ്റില, തൃപ്പൂണിത്തുറ, ഇരുമ്പനം ഭാഗങ്ങളിൽ ഇന്നും പുക രൂക്ഷമാണ്. നിരവധി പേർക്ക് വിഷപ്പുക ശ്വസിച്ച് അസ്വസ്ഥതകൾ ഉണ്ടായതോടെ ആശുപത്രികളിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കൊച്ചി നഗരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് നഗരസഭ താൽക്കാലികമായി നിർത്തിവെച്ചു. ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന വിഷപ്പുക ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എടവണ്ണയിൽ കത്തിയ പെയിന്റ് ഗോഡൌണിന് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കെട്ടിടത്തിന് പ്രാഥമിക നിർമ്മാണ അനുമതി മാത്രമാണുള്ളതെന്ന് അഗ്നിശമന സേനയും സ്ഥിരീകരിച്ചു. ലൈസൻസ് കഴിഞ്ഞ വർഷം പുതുക്കിയില്ലെന്ന് സമ്മതിച്ച ഉടമ മറ്റെല്ലാ അനുമതികളും ഗോഡൌണിന് ഉണ്ട് എന്ന് അവകാശപ്പെട്ടു. തൂവക്കാട് കത്തിയമർന്ന പെയിന്റ് ഗോഡൌണിന് കഴിഞ്ഞ വർഷം എടവണ്ണ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയില്ലെന്ന് രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. ആവശ്യമായ രേഖകൾ മുഴുവൻ ഹാജരാക്കാത്തതുകൊണ്ടാണ് ലൈസൻസ് പുതുക്കി നൽകാഞ്ഞതെന്ന് പഞ്ചായത്തും സ്ഥിരീകരിച്ചു. പുതുക്കാത്തത് തന്നെയല്ല, അവരെല്ലാ ഡോക്യുമെന്റും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വിളിച്ച് ചോദിച്ചിരുന്നു, അത് പുതുക്കേണ്ട, അത് ഫോൺ ചെയ്ത് ചോദിച്ചതാണ്. ഞാൻ ഇപ്പോൾ ക്ലാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അതിൽ അവിടെ എല്ലാ രേഖകളും ഹാജരാക്കണം. കഴിഞ്ഞ പ്രാവശ്യം അത് സ്റ്റോക്ക് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളത്. കെട്ടിടം നിർമ്മിക്കും മുമ്പ് പ്രാഥമികമായി നൽകിയ അനുമതി മാത്രമാണ് സ്ഥാപനത്തിന് ഉള്ളതെന്ന് ഫയർഫോഴ്സ് അധികൃതർ. തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും വലിയ അളവിൽ സൂക്ഷിക്കാൻ ഇവർക്ക് അനുമതിയില്ലെന്നാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് വ്യക്തമായ കാരണങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇക്കാര്യത്തിൽ ഉടമ ഇല്യാസിന്റെ വിശദീകരണം ഇങ്ങനെ: പ്രവർത്തന ലൈസൻസ് കഴിഞ്ഞ വർഷം പുതുക്കാൻ കഴിഞ്ഞില്ല. പുതുക്കാൻ ചെന്നപ്പോൾ പഞ്ചായത്ത് അധികൃതർ മടക്കി അയച്ചു. ഇതൊഴികെ മറ്റെല്ലാ രേഖകളും ഉണ്ടെന്നും ഇല്യാസ് പറയുന്നു. ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും അനുമതിയില്ലാതെ ഇത്രയും കാലം സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. തുവക്കാട്ട് നിന്നും CV അനുമോദ്, ന്യൂസ് 18. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുമെന്ന് ഫയർഫോഴ്സ് മേധാവി. പോലീസുമായി സഹകരിച്ചാവും നടപടി സ്വീകരിക്കുക. ബ്രഹ്മപുരത്തെ പുക നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണെന്നും ഹേമേന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. അഗ്നിസുരക്ഷയുടെ കാര്യത്തിൽ എന്തുമാകാമെന്ന നിലപാട് ഇനി തുടരാനാവില്ലെന്ന് DGP A. ഹേമചന്ദ്രൻ. അഗ്നിശമന സേനയുടെ അംഗീകാരമില്ലാത്തതും സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം മാനദണ്ഡങ്ങൾ ലംഘിച്ചതുമായ കെട്ടിടങ്ങൾ കണ്ടെത്തും. സംസ്ഥാന വ്യാപകമായി ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചു. നിയമലംഘനങ്ങൾ സംബന്ധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകിയാണ് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുക. അഗ്നിസുരക്ഷ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സമീപകാലത്തായി ഉള്ള ട്രെൻഡ് ഈ ഫയർ NOC നൽകുന്നത് വളരെ കർശനമായ വ്യവസ്ഥകൾ പാലിച്ചു തന്നെയാണ്. പലരും NOC ലഭിക്കാതെ ഹൈക്കോടതിയൊക്കെ സമീപിച്ചിട്ട് പോലും ചില സ്ഥലങ്ങളിൽ അനുകൂല ഉത്തരവ് കിട്ടിയതിനെ പോലും ഞങ്ങൾ ചലഞ്ച് ചെയ്ത് അത് കർശനമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തത്തിൽ പുക ശമിപ്പിക്കുകയാണ് വലിയ വെല്ലുവിളി. പുക ഇല്ലാതാക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. ബ്രഹ്മപുരത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യം ആലോചിക്കണമെന്നും ഹേമചന്ദ്രൻ വ്യക്തമാക്കി. നിർമ്മാണങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച് സുപ്രധാനമായ ചുവടുവയ്പ്പാണ് അഗ്നിശമന സേന നടത്തുന്നത്. സുരക്ഷ പാലിക്കാതെ ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചാൽ IPC, CRPC വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കാനാണ് തീരുമാനം. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കാസർഗോഡ് പെരിയ നവോദയ സ്കൂളിൽ 5 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. രോഗം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിലാണ്. പെരിയ നവോദയയിലെ 5 വിദ്യാർത്ഥികൾക്കും മേട്ടനുമാണ് H1N1 സ്ഥിരീകരിച്ചത്. ആദ്യം പനി കണ്ടെത്തിയ കുട്ടിക്ക് H1N1 ലക്ഷണം ഉണ്ടായപ്പോൾ രക്തസാമ്പിൾ മണിപ്പാൽ കസ്തൂർബ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ചതോടെയാണ് സ്ഥിരീകരണമുണ്ടായത്. നവോദയയിലെ ലക്ഷണം കണ്ടെത്തിയ 69 കുട്ടികളെ ഹോസ്റ്റലിൽ തന്നെ താമസിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ്. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. കുട്ടികളെല്ലാവരും പരിപൂർണ്ണ സുരക്ഷിതരാണ്. ആശങ്കയ്ക്കുള്ള യാതൊരുവിധ ഇടയും നൽകാതെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും വിദ്യാലയ ഡോക്ടർമാരും ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്ഥിതികളും നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. H1N1 നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രതിരോധ നടപടികൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ ഇപ്പോഴും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കാസർഗോഡ്. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ കർഷകന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ആദ്യ ഗഡു ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. और सच्ची किसान की सेवा क्या होती है ये मोदी करके दिखाएगा. और इसलिए पार्लियामेंट में देखा होगा उनके चेहरे लटके हुए थे. और हमने सिर्फ चुनावी वादा करने के लिए घोषणा नहीं की, हम पार्लियामेंट के फ्लोर पर बोले हैं और बजट में पैसों का प्रावधान करके बोले हैं. ये हमारी ईमानदारी है. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന പോര്. കർഷകരുടെ അക്കൌണ്ടിൽ നേരിട്ട് പണം എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാനത്ത് 2 ഇടത്ത് നടന്നു. ശ്രീകാര്യത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം സംസ്ഥാന സർക്കാരിനെ ക്ഷണിക്കാതെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്ത് കൃഷിമന്ത്രി V. സുനിൽകുമാർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മറ്റൊരു ഉദ്ഘാടനവും നടത്തി. കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനമായിരുന്നു തർക്കത്തിന് കാരണം. തിരുവനന്തപുരം ശ്രീകാര്യം കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളില്ലാതെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവഹിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാമാന്യ മര്യാദ അനുസരിച്ച് സംസ്ഥാനത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയെ അത് കാണുക അല്ലെങ്കിൽ സംസാരിക്കുക ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ രാജ്യത്തെ ഗവൺമെന്റുകളുടെ പദ്ധതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര സ്ഥാപനങ്ങൾ തുനിയുന്നത് അത് വളരെ ഒരു തരം താഴ്ന്ന പരിപാടിയാണ്. വകുപ്പ് മന്ത്രിയെയോ സ്ഥലം MLAയെയോ മറ്റ് ജനപ്രതിനിധികളെയോ അറിയിക്കാതെയായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഉദ്ഘാടന ചടങ്ങ് നടത്തി. സർക്കാർ പരിപാടികൾ BJP പാർട്ടി പരിപാടികളാക്കുകയാണെന്നും ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർക്കുകയാണെന്നും VS സുനിൽകുമാർ. നേരത്തെ ശിവഗിരി സർക്യൂട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം നടന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ശ്രീകാര്യത്തല്ല നടന്നതെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. താനും കർഷകരും പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷികളാവുകയാണ് ചെയ്തത്. മന്ത്രിമാരായ VS സുനിൽകുമാറിനും കടകംപള്ളി സുരേന്ദ്രനും ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിൽ ഗോരഖ്പൂരിൽ പോകാമായിരുന്നു. കേന്ദ്ര പദ്ധതികൾ മോഷ്ടിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനം ചെയ്യുന്നത്. ലൈഫ് പദ്ധതിയുടെ പേര് മറ്റൊരു പേര് നൽകി അവതരിപ്പിച്ചു. ഇത്തരം ശ്രമമാണ് കോട്ടയത്ത് നടന്നതെന്നും കണ്ണന്താനം പ്രതികരിച്ചു.